ഇന്ന് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, വീട് വെച്ചെടുക്കുന്ന എല്ലാ ലോണുകളും ഹോം ലോൺ കാറ്റഗറിയിൽ വരുമോ, ഹോം ലോൺ റേറ്റ് വരുമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. രാധ ഒന്ന് പറയാമോ, എന്തൊക്കെയാണ് ഹോം ലോൺ കാറ്റഗറിയിൽ പെടുന്ന ലോണുകൾ എന്തെല്ലാമാണ്? വീട് വെച്ചെടുക്കുന്ന എല്ലാ ലോണുകളും ഹോം ലോൺ കാറ്റഗറിയിൽ പെടുമോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഹോം ലോൺ. എല്ലാവരുടെ ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. എന്തൊക്കെയാണ് ഒരു ഹോം ലോണിൽ ഉൾപ്പെടുക, അതാണ് നമ്മൾ ആദ്യം നോക്കുക. ഫസ്റ്റ്, ഒരു വീട് വാങ്ങിക്കുകയാണെങ്കിൽ, അതായത് ഒരു സ്ഥലവും വീടും കൂടി വാങ്ങിക്കുന്നത്, അത് ഹോം ലോണിൽ ഉൾപ്പെടുന്നതാണ്. ഫ്ലാറ്റ് ആണെങ്കിലും അത് ഒരു വീടാണല്ലോ. ആ ഫ്ലാറ്റ് മേടിക്കുന്നതും ഇതേപോലെ തന്നെ ഹോം ലോണിൽ പെടുന്നതാണ്. അതിന് പർച്ചേസ് ലോൺ എന്നാണ് പറയുക. പർച്ചേസ് ലോൺ ഹോം ലോൺ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ആണ്. അത് ഓൾറെഡി ഇപ്പോൾ എൻ്റെ പേരിലൊരു സ്ഥലമുണ്ട്, അതിൽ ഞാനൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹോം ലോണിൽ പെടുന്നതാണ്. ഇനി അതല്ല, സ്ഥലം മേടിച്ച് അതിലൊരു വീട് വെക്കുന്നു, ഇതിന് രണ്ടിനും നമുക്ക് ഹോം ലോണിൽ തന്നെ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. കോമ്പോസിറ്റ് ലോൺ എന്ന് പറയും. അതായത് സ്ഥലം മേടിക്കാനും ആദ്യം ലോൺ കിട്ടും, അതിനുശേഷം കൺസ്ട്രക്ഷന്റെ ഓരോ ഫേസിലായിട്ട് ലോൺ എമൗണ്ട് ചെറുതായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് കോമ്പോസിറ്റ് ലോണിൽ വരിക. അതേസമയം നമ്മളൊരു വീട് മേടിക്കുമ്പോൾ അപ്ഫ്രണ്ട് ആണല്ലോ ആ മേടിക്കുന്നത്. അപ്പോൾ അപ്ഫ്രണ്ട് തന്നെ ആ സെല്ലർക്ക് നമ്മൾ പൈസ കൊടുക്കണം. അതാണ് ലോണായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം തൊട്ട് തന്നെ ആ ലംസം എമൗണ്ട് ആണ് കിട്ടുക. അതേസമയം ഇതിൽ വരുമ്പോഴത്തേക്കും പാർട്ടായിട്ടാണ് അത് ലോൺ വരുന്നത്. ഇത് രണ്ടും ഇപ്പോൾ നമ്മൾ പർച്ചേസ് പറഞ്ഞു, അതായത് വാങ്ങിക്കുന്നത്, അത് വീടാവട്ടെ ഫ്ലാറ്റ് ആവട്ടെ, അത് വാങ്ങിക്കുന്നതിന്. ഇനി ലാൻഡ് മേടിക്കാൻ ലോൺ കിട്ടില്ലേ, അത് ഹോം ലോൺ ആയിട്ട് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കാറുണ്ട് പലരും. അങ്ങനെ ഒരു എൻക്വയറി ചോദിച്ചു കേട്ടിട്ടുണ്ട്. അതും ഹോം ലോണിൽ പെടുത്താം. പക്ഷെ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ ഈ ലാൻഡ് മേടിക്കുന്നത് വീട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓരോ ബാങ്കിനും ഓരോ പോലെയാണ് ക്രൈറ്റീരിയ. പക്ഷെ എനിക്ക് തോന്നുന്നു ജനറലി പറയുകയാണെങ്കിൽ ഒരു സ്ഥലം മേടിച്ച് ഒരു 2 കൊല്ലത്തിനകം തന്നെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഹോം ലോണിൽ പെടുത്താനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എടുക്കുമ്പോൾ ഒരു ഹോം ലോൺ ആയിട്ട് എടുക്കുന്നു, 2 കൊല്ലം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിത് വീട് പണിയുന്നില്ല, ആ സ്ഥലം അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ലോൺ എഗൻസ്റ്റ് പ്രോപ്പർട്ടിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് മാറും. വേറൊന്നും സംഭവിക്കില്ല, അതായത് ലോൺ ക്യാൻസൽ ആവുകയോ അങ്ങനെയൊന്നും സംഭവിക്കില്ല, പക്ഷെ ഓട്ടോമാറ്റിക്കലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ പർച്ചേസും കൺസ്ട്രക്ഷനും നമ്മൾ പറഞ്ഞു. ഇനി നിലവിലുള്ള ഒരു വീട്, അത് നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കുകയാണ്, എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നമുക്കുള്ളത്. അതിന് ഒരു 500 സ്ക്വയർ ഫീറ്റ് കൂടി നമ്മൾ കൂടുതൽ എടുക്കുകയാണ്. ഒരു മുറി അഡീഷണൽ പണിയുകയാണ്, അല്ലെങ്കിൽ ഒരു ബാത്റൂം അഡീഷണലി പണിയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹോം ലോണിൽ പെടും. അത് എക്സ്റ്റൻഷൻ ലോണാണ്. ഇനി നാലാമത്തത് എന്ന് പറയുന്നത് റിനോവേഷൻ ആണ്. റിനോവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ നിലവിൽ ഒരു വീടുണ്ട്, അതിനെ നമുക്കൊന്ന് പുതുക്കി പണിയണം. ഇപ്പോൾ ഒത്തിരി കാലമായി, ഒരു 10-15 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ്, നമുക്കതിനെ ഇപ്പോൾ കുറച്ച് മോഡേൺ ആക്കണം, പുതിയ ടൈൽസ് ഒക്കെ വിരിക്കണം, കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ പണിയണം. അങ്ങനെയുള്ള അതിനെയാണ് റിനോവേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് സ്ക്വയർ ഫീറ്റ് കൂടാതെ ചെയ്യുന്ന എല്ലാ വർക്കുകളും റിനോവേഷൻ. അതെ, അതായത് ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, അത് ഒരു പഴയ സ്റ്റൈലിൽ പണിതതായിരിക്കാം, ഇപ്പോൾ നമുക്കൊന്ന് പുതിയതാക്കി പണിയണം. അപ്പോൾ അകത്തത്തെ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റുന്നു. പക്ഷെ ഇതിൽ എക്സ്റ്റൻഷൻ വരുന്നില്ല. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് അധികം എടുത്തിട്ടുള്ള സ്ക്വയർ ഫീറ്റ് സെയിം ആണ്, പക്ഷെ ഇന്റീരിയേഴ്സ് എല്ലാം നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നു, അതിലെ ഫെസിലിറ്റീസ് നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നു. ഇതിനെയാണ് നമ്മൾ റിനോവേഷൻ എന്ന് പറയുന്നത്. ഈ റിനോവേഷനും ഹോം ലോണിൽ തന്നെ വരുന്നതാണ്, ഹോം ലോൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ. ഇതിനെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഹോം ലോണിൽ വരുന്നത്, ആദ്യം നമ്മളൊരു വീടോ ഫ്ലാറ്റോ വാങ്ങിക്കാനുള്ള പർച്ചേസ് ലോൺ ഹോം ലോണിൽ വരും. രണ്ടാമത്തത് നമുക്ക് സ്ഥലം വാങ്ങിക്കാനുള്ളത് ഹോം ലോണിൽ വരും. സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാനുള്ള കോമ്പോസിറ്റ് ലോൺ ഹോം ലോണിലേക്ക് വരും. പിന്നെ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ, ഒരു വീടിനോട് ചേർന്ന് ഒരു അഡീഷണൽ ഒരു എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ അത് ഹോം ലോണിലേക്ക് വരും. റിനിവേഷൻ, നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ക്വയർ ഫീറ്റ് കൂട്ടാതെ അതിലേക്ക് നടത്തുന്ന എല്ലാ വർക്കുകളും നമുക്ക് ഹോം ലോൺ കാറ്റഗറിയിൽ പെടും. ഇങ്ങനെ 5 എണ്ണമാണ് സാധാരണയായിട്ട് ഹോം ലോൺ കാറ്റഗറിയിൽ വരുന്നത്.